ദൈവങ്ങളെ ഉപാസിക്കുന്ന എന്റെ നാവില് ഒരു ചീത്ത വാക്ക് അറിയാതെ കയറിപ്പോയാല് 1000 തവണ മന്ത്രം ഉരുവിട്ട് അതിന് പ്രായശ്ചിത്തം ചെയ്യുന്നവനാ ഞാൻ. ദേവനെ ഒരുപാട് അങ്ങ് പരീക്ഷിക്കല്ലേ അമ്മേ. എന്റെ കുടുംബത്തിനു വേണ്ടി, ഈ നിൽക്കുന്ന എന്റെ മോള് രാധികയ്ക്ക് വേണ്ടി, അവളുടെ കൂടെ നിൽക്കുന്ന വരുണിന് വേണ്ടി, അവരെ അനുഗ്രഹിച്ച് കൂടെ നിൽക്കുന്ന ഈ മുത്തശ്ശിക്ക് വേണ്ടി എനിക്ക് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്തു പോവും. ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത്? നീ നോക്കിക്കോടാ, നിന്റെ തലയിൽ ഇഴുത്തി വീഴും, ഇഴുത്തി വീഴും. മോളെ, തിരുമേനി ഈ നേരത്ത് വന്നതിനും ഇങ്ങനെയൊക്കെ പറഞ്ഞതിനും സന്തോഷമുണ്ട്. പക്ഷേ അനുവാദത്തോടെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കണം. എന്നെ പ്രസവിച്ച അമ്മയാണ് ഇപ്പൊ ഇവിടുന്ന് പോയത്. ആ അമ്മയുടെ മനസ്സിൽ ഇപ്പൊ എന്റെ സ്ഥാനം ശത്രുവിൻ്റെതാ. ജയഭാരതി അമ്മയെ പരിചയപ്പെട്ട അന്ന് മുതൽ പരമേശ്വരനെ പോലൊരു മകനാണ് ഞാനെന്ന് കരുതിയിട്ടുണ്ട്. എന്റെ പെറ്റമ്മയുടെ അതേ സ്ഥാനം തന്നെയാണ് ഞാൻ മനസ്സിൽ വച്ചിരിക്കുന്നത്. എന്റെ അമ്മയോട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പാടില്ല എന്ന് പറയാനുള്ള അധികാരം എനിക്കില്ലേ? അത് വേണ്ട. ഇങ്ങനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ മോനെ, സുകുമാരി മുത്തശ്ശിയിൽ നിന്നോ പ്രിയങ്കയിൽ നിന്നോ നല്ലതെന്തെങ്കിലും പ്രതീക്ഷിക്കാന്ന് പറഞ്ഞാ നമ്മളെക്കാൾ മണ്ടന്മാരായിട്ട് വേറെ ആരും ഉണ്ടാവില്ല. അവര് പറഞ്ഞ നിസ്സാരമായ കാര്യത്തിന്റെ പേരില് നിങ്ങൾക്ക് ചിലപ്പോൾ ഇറങ്ങിപ്പോവാൻ പറ്റുമായിരിക്കും. പക്ഷേ അച്ഛൻ അങ്ങനെ കൈവീശി യാത്ര അയക്കാൻ പറ്റില്ല മോനെ. എന്റെ രാധിക മോളെ നീ സ്നേഹിക്കുന്നത് കണ്ടപ്പോ, അവൾക്ക് നീ കൊടുക്കുന്ന ആത്മാർത്ഥത കണ്ടപ്പോ ഒരാൺകുട്ടി ഇല്ലാത്ത വിഷമം മറന്നതാച്ചൻ. നാളെ ഒരു ദിവസം അച്ഛന്റെ ചിതയ്ക്ക് ആര് തീ കൊളുത്തും ചോദിച്ചാ അച്ഛൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് നിന്നെയായിരിക്കും. എനിക്കൊരു മകനുണ്ട്, അസലൊരു ആൺകുട്ടിയുണ്ടെന്ന് പറഞ്ഞു. ആ നിനക്ക് എന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോണം മോനെ. ദേവനാരായണൻ തിരുമേനിക്ക് പകർന്നു തരാൻ ഒരുപാടൊന്നില്ല മോനെ. നിരത്തിവെച്ച പാത്രങ്ങളിൽ പകുതിയെ വിളമ്പാനുണ്ടാവൂ. ഇത്തിരി ചോറ് വിളമ്പിയിട്ട് ചിലപ്പോൾ അതിന്റെ തുമ്പത്ത് 4 തുള്ളി കണ്ണീരായിരിക്കും കറിയായിട്ട് വിളമ്പാനുണ്ടാവുക. നിങ്ങളൊക്കെ എന്റെ സ്വന്തമാണെന്ന് പറയാനുള്ള മനസ്സുണ്ട് എനിക്ക്. അതിനെ തോൽപ്പിച്ചില്ലാതാക്കിയിട്ട് പോണോ മോനെ, പോണോ?